അല്ലാഹ് നിങ്ങളെ റജബ് മാസവും ഇതാ തീരുകയാണ്. 20 ദിവസം കഴിഞ്ഞു. ഇന്ന് റജബ് 21 നഷ്ടപ്പെടുത്തരുത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വലിയ ഉപകാരപ്പെടുന്ന വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ്. അല്ലാഹ് റജബിന്റെ ബറക്കത്തായ ഈ മാസത്തിൽ നല്ലോണം ഇബാദത്ത് ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട മാസം, ധാരാളം സൽക്കർമ്മങ്ങൾ ചൊല്ലേണ്ട മാസം. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണ് മരിക്കാതെ പറയാൻ പറ്റുമോ? അല്ലാഹ് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം റബ്ബേ, ദീർഘായുസ്സ് നൽകണം റബ്ബേ. പ്രിയപ്പെട്ട ഉമ്മമാരെ, എപ്പ മരിച്ചാലും നല്ല ഈമാനുള്ള മരണം കിട്ടണം. എപ്പ മരിച്ചാലും നല്ല റാഹത്തോടുകൂടെ മരിക്കണം. അതേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ ഉപകാരപ്പെടുന്ന അമലുകളാണ് ഇതെല്ലാം. ഈ ദുനിയാവിലെ ജീവിതം വളരെ നിസ്സാരമാണ്, എപ്പോഴും തീരാവുന്ന ജീവിതമാണ്. ഇവിടെയുള്ള സുഖങ്ങളൊന്നും ശാശ്വതമല്ല, എപ്പോഴും തീരുന്ന ദുനിയാവാണ്. ഉമ്മമാരെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവന്റെ കൂടെ പള്ളിക്കാട് വരെ വരും. അതിലൊന്ന് അവന്റെ മക്കളാണ്, കുടുംബങ്ങളാണ്. അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിലേറ്റി മയ്യത്ത് ചുമന്ന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ പള്ളികളിൽ വരും, ഖബർസ്ഥാന് വരെ വരും. പള്ളിയിൽ വന്ന് മയ്യത്ത് നിസ്കരിക്കാൻ അവരുണ്ടാകും. പള്ളിയിൽ ഖബർസ്ഥാനിൽ വന്ന് ഖബറിൽ ഇറക്കി വെക്കുമ്പോ നമ്മുടെ മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. രണ്ടാമത് നമ്മുടെ സമ്പത്താണ്. മൂന്നാമത് നമ്മൾ ചെയ്യുന്ന നന്മകളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടെ വരും. അതേ മരണപ്പെടുമ്പോ മക്കളുണ്ട്, മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഖബർസ്ഥാനിന്റെ അതേ ഖബറടക്കാൻ പള്ളിയിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ മക്കളുണ്ട്, കൂടെ പറപ്പുകളുണ്ട്. എന്നാൽ ഖബർ മണ്ണിലെ നമ്മുടെ മയ്യത്തിനെ മണ്ണിലേക്ക് ഇറക്കി വെച്ച്, ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെച്ച് ഖബർ മൂടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ മക്കൾ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് യാസീനോദി തബാറകോദി ദ്വാരത്തേക്ക് ചൊല്ലി അവര് പോവുകയാണ്. കുടുംബങ്ങൾ പോയി, മക്കള് പോയി, ഭർത്താവ് പോയി, എല്ലാരും പോയി. പിന്നെ ആ പള്ളിക്കാട്ടിൽ നമ്മൾ ഒറ്റക്കാട്, കൂടെ വന്നവരില്ല. അതേ അതുപോലെ മരിച്ചു കഴിഞ്ഞ മയ്യത്തിന്റെ കൂടെ സമ്പത്ത് വരും. പ്രിയപ്പെട്ടവരെ, ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഖബറിൽ കൂട്ടായി സമ്പത്തില്ല, മക്കളില്ല, കുടുംബങ്ങളില്ല. അവിടെ നമുക്ക് കൂട്ടുള്ളത് നമ്മൾ ചെയ്ത നന്മകൾ മാത്രമാണ്, ഇവിടെ സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങളില്ല, വീടില്ല, അതേ നല്ല സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല, അതേ എയർ കണ്ടീഷൻ റൂമുകളില്ല. നമ്മൾ ഖബർസ്ഥാനിൽ, ഖബറിനകത്തളങ്ങളിൽ ഒറ്റക്കാട്, കൂരാക്കൂരിട്ട്, മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, ചെരുവിലും മണ്ണ്. അതേ ആ മണ്ണിന്റെ അടിയിൽ നമ്മള് ഖബറിലെ ഒറ്റക്കായി കിടക്കുന്ന രംഗം. ഈമാനുള്ള ഉമ്മമാരെ, ബാപ്പമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ തനിച്ചായ ഖബറിൽ രക്ഷ വേണോ?
അതിനുള്ള മാർഗമാണ് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിനുള്ള മാർഗമാണ് ഈ ദിക്റ്. അതേ, നമുക്ക് ദുആ ചെയ്യുന്ന നല്ല മക്കളുണ്ടാകണം. ഒരു ഉമ്മന്റെയും ബാപ്പന്റെയും ഏറ്റവും ഖബറിൽ കിടക്കുമ്പോ ഉപകാരപ്പെടുന്ന കാര്യമാണ് ദുആരക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കള്, സ്വാലിഹീങ്ങളായ മക്കള്, ആലിമീങ്ങളായ മക്കള്, ഹഫീളീങ്ങളായ മക്കള്. ആ മക്കൾ ദുആ ചെയ്യുമ്പോ എന്തൊരു സന്തോഷമോ. ഈമാനുള്ള ഉമ്മമാരെ അങ്ങനെയാകണം. നമ്മുടെ മക്കള് നല്ല ആലിമീങ്ങളാകണം, ഹാഫിളീങ്ങളാകണം. ഞാനും നിങ്ങളും ബാപ്പയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. മരിച്ചു കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോ ഖബർ സന്തോഷിക്കണോ, ഖബർ വിശാലമാകണോ. നല്ല ഒരു മക്കള്, നല്ല മക്കള് വന്ന് ഖബർസ്ഥാനിന്റെ അടുത്ത് വന്ന് യാസീനോദി, ഒരു ഹാഫിള്, ഒരു മുത്തഅല്ലിമ് യാസീനോദി ദ്വാരക്കും എന്തൊരു റാഹത്താണ്. മറ്റു മുത്തഅല്ലിമീങ്ങളൊക്കെ നാട്ടിലുണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു മോനൊരു ഹാഫിളായി, ഒരു ആലിമായ ഒരു മോന് വന്ന് ഖബറിൽ വന്ന് ദ്വാരക്കുന്ന ആത്മാർത്ഥത വേറെ ആർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടത് അങ്ങനത്തെ നല്ല മക്കളെയാണ്. രണ്ട് വിദ്യാഭ്യാസവും നല്ല രൂപത്തിൽ പഠിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥാപനമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന CM അൽഖലം അക്കാദമി. മലപ്പുറം ജില്ലയിൽ രാമനാട്ടുകരക്കടുത്ത് വാഴയൂർ മൂളപ്പുറം എന്ന സ്ഥലത്ത് നമ്മുടെ പരിപാടിയൊക്കെ നടക്കാറുള്ള ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്ന വിശാലമായ നമ്മുടെ ദറസിലേക്ക് 7ാം ക്ലാസ്സിലേക്കും 8ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 25-ാം തീയതിയാണ് ഇന്റർവ്യൂ. ജനുവരി 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30-10 മണിക്ക് ഇന്റർവ്യൂ ആണ്. ഇൻഷാ അല്ലാഹ് ജനുവരി 24 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ആണ്. ഇവിടെ വെച്ച് രാമനാട്ടുകര വാഴയൂർ മൂളപ്പുറം എന്ന നമ്മുടെ ഈ സ്ഥലത്ത് വെച്ച് ഇന്റർവ്യൂ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്കൂൾ 7ാം ക്ലാസ്സിലേക്കും 8ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉള്ളത്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം. സ്കൂൾ മാത്രമല്ല, ദർസ് പഠിക്കുക, സ്കൂൾ പഠിക്കുക, സ്പോക്കൺ ഇംഗ്ലീഷ്, അറബിക് എല്ലാം പഠിക്കാനും കമ്പ്യൂട്ടർ പഠിക്കാനും തജ്വീദ്, ഖുർആൻ ക്ലാസുകൾ, പ്രത്യേകമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ, കുട്ടികളുടെ അച്ചടക്കം, മതബോധം, ഇങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് നല്ല ഭാവിയുള്ള മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഡിഗ്രിയും PGയും ഒക്കെ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം നല്ലതുപോലെ നേടി അതോടൊപ്പം മതപരമായി നല്ലൊരു ആലിമായി, ഉസ്താദായി, പണ്ഡിതനായി അവരെ നമ്മൾ വളർത്തിയെടുക്കും. പ്രിയപ്പെട്ടവരെ നല്ല അച്ചടക്കമുള്ള കുട്ടികളായി വളർത്തിയെടുക്കാൻ കഴിയും. അങ്ങനത്തെ നല്ല ഒരു സ്ഥാപനമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന CM അൽഖലം അക്കാദമി. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് ചേർത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സ്ക്രീനിലെ പോസ്റ്ററിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് ഇന്റർവ്യൂവിന് പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താൻ. ജനുവരി 24-ാം തീയതി ശനിയാഴ്ചയാണെന്ന് 10 മണിക്കാണ് ഇന്റർവ്യൂ. പ്രത്യേകം മറക്കരുത്. ഇനി അമ്മക്ക് മക്കളില്ലെങ്കിൽ നമ്മളെ അയൽവാസികളോ കുടുംബങ്ങളോ ഒക്കെ ആയ കുട്ടികളുണ്ടെങ്കിൽ അവരെ രക്ഷിതാക്കളോട് പറഞ്ഞ് മക്കൾ തെറിച്ചു പോവാതെ നല്ല മക്കളായി, ഇതാണല്ലോ നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളൊന്നും അറിയണ്ട. കാരണം ആ കുട്ടികൾ ഇവിടെ പഠിച്ച് മതപരമായി വളർന്ന് ഉഷാറായി നല്ല അച്ചടക്കമുള്ള കുട്ടികളായി കൃത്യമായി നിസ്കരിക്കുന്ന, കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന, നല്ല ഇൽമുള്ള, അറിവുള്ള, അതോടൊപ്പം ഭൗതികമായി വലിയ അറിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഓരോരുത്തർക്കും കഴിവുള്ള മേഖലകളിൽ പ്രത്യേകമായ കോച്ചിങ് കൊടുത്തു അവരെ വളർത്തിയെടുക്കാൻ അൽഹംദുലില്ലാഹ് അതിനൊക്കെ നമുക്ക് സാധിക്കും. അതിന് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് അൽഹംദുലില്ലാഹ് അവര് കൂട്ടമായി അവർക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ കഴിയും. ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കും. അങ്ങനെയാണ് അവർക്ക് ഷെയർ ചെയ്ത് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ, സ്കൂളിലെ ടീച്ചർമാര്, മാഷുമാര്, അവരോടൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠന കാര്യങ്ങൾ അന്വേഷിച്ച് ഓരോ കുട്ടിയും ബാക്ക്വേർഡായ വിഷയങ്ങളിൽ പ്രത്യേകം കോച്ചിങ് കൊടുത്ത്, അതിപ്പോ ഫിസിക്സിലാണെങ്കിൽ, കെമിസ്ട്രിയിലാണെങ്കിൽ, മാത്സിലാണെങ്കിൽ,
അങ്ങനെ ബാക്ക്വേർഡായ വിഷയങ്ങൾ പ്രത്യേകം കോച്ചിങ് കൊടുത്ത് അവർക്ക് നല്ല രൂപത്തിൽ ബാക്കോട്ട് നിൽക്കുന്ന കുട്ടികളെ പോലും ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ സ്വഭാവത്തിൽ മോശം അതല്ലെങ്കിൽ അച്ചടക്കമില്ലാത്ത കുട്ടികളൊക്കെ അവർക്കൊക്കെ നല്ല അച്ചടക്കം കൊടുത്ത് നല്ല രൂപത്തിൽ അച്ചടക്കം പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ കഴിയും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം. സ്കൂൾ 7ാം ക്ലാസ്സിലേക്കും സ്കൂൾ 8ാം ക്ലാസ്സിലേക്കുമാണ് അഡ്മിഷൻ. പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. തമിഴ് കോളേജിലേക്ക് സ്കൂൾ 7ാം ക്ലാസ്സിലേക്കും 8ാം ക്ലാസ്സിലേക്കും അഡ്മിഷൻ. പോസ്റ്ററിൽ നമ്പർ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് വിളിച്ച് ജനുവരി 24-ാം തീയതി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ വിളിച്ച് ബുക്ക് ചെയ്യണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അതുപോലെ ഹിഫ്ദുൽ ഖുർആനിലേക്ക് അഡ്മിഷൻ ഉണ്ട്. അതും ആ പോസ്റ്ററിലെ 2 നമ്പറിൽ ഏതെങ്കിലും നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം. 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തന്നെയാണ് ഹിഫ്ദിന്റെയും ഇന്റർവ്യൂ. ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്കാണെങ്കിൽ 5ാം ക്ലാസ്സിലേക്കും സ്കൂൾ 5ാം ക്ലാസ്സിലേക്കും സ്കൂൾ 6ാം ക്ലാസ്സിലേക്കുമാണ് ഹിഫ്ദിലേക്കുള്ള അഡ്മിഷൻ. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഫിൾ ആവുക അത് വലിയൊരു തൗഫീഖാണ്. നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ ഒരു ഹാഫിൾ ആവട്ടെ, ഒരു ആലിമാവട്ടെ, നല്ല നിയ്യത്ത് വെക്കി അപ്പൊ ദുനിയാവും ആഖിറവും കിട്ടും. നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടാൻ കഴിയണം. ദുനിയാവും കിട്ടണം, ആഖിറവും കിട്ടണം. അതിന് 2 വിദ്യാഭ്യാസവും കൊടുക്കുന്നത് ഇൻഷാ അല്ലാഹ് നല്ല മക്കളായി വളരാൻ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് CM വലിയുള്ളാന്റെ പേരിലുള്ള സ്ഥാപനമാണ് അൽഹംദുലില്ലാ. അപ്പോ ഒരിക്കലും നമ്മുടെ മക്കൾ വെറുതെ ആവൂല. അൽഹംദുലില്ലാ.